പ്രോബ്ലം നമ്മൾ കോംപ്ലക്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു പ്രോബ്ലമാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം നമ്മൾ കണ്ടായിരുന്നു, ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു 0 മാത്രമേ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൂ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ്, ഇവിടെ 0 അപ്പോൾ എഫ് ഓഫ് 0 ബൈ സെഡ് മൈനസ് 0 കണ്ടുപിടിക്കാം. എന്ത് വരും? ഹിയർ എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ബൈ സെഡ് മൈനസ് 0 എന്ന് പറയുന്നത്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് മോഡ് സെഡ് സ്ക്വയർ, എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. സെഡ് മൈനസ് 0 എന്ത് കിട്ടും? മോഡ് സെഡ് സ്ക്വയറിനെ നമുക്ക് സെഡ് ഇൻറ്റു സെഡ് കോൺജുഗേറ്റ് എന്ന് എഴുതാമല്ലോ, ഡിവൈഡഡ് ബൈ സെഡ് എന്ന് കിട്ടും. അപ്പോൾ സെഡും സെഡും ക്യാൻസൽ ആയിപ്പോയാൽ നമുക്കിതിനെ സെഡ് കോൺജുഗേറ്റ് എന്ന് എഴുതാം. എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ബൈ സെഡ് മൈനസ് 0 എന്ന് പറയുന്നത് സെഡ് കോൺജുഗേറ്റ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അല്ല, സെഡ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മുടെ സെഡ് എങ്കിൽ സെഡ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈ എന്ന് കിട്ടും അല്ലേ. സെഡ് കോൺജുഗേറ്റ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ അതെന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ്. എപ്പോഴാണ്? സെഡ് ടെൻസ് ടു 0 ആകുമ്പോൾ സെഡ് കോൺജുഗേറ്റും ടെൻസ് ടു 0 ആവും. ആസ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ടെൻസ് ടു 0. അപ്പോൾ എപ്പോഴും സെഡ് ടെൻസ് ടു 0 ആണെങ്കിൽ സെഡ് കോൺജുഗേറ്റും ടെൻസ് ടു 0 ആവും. പിന്നെ നമുക്ക് ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 0 എക്സിസ്റ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. സെഡ് ടെൻസ് ടു 0 ആകുമ്പം സെഡ് കോൺജുഗേറ്റ് ടെൻസ് ടു 0 ആയതുകൊണ്ട് നമുക്കിത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ആ ലിമിറ്റ് എന്താണ്? 0 ആയിരിക്കും അല്ലേ. ആൻഡ് ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ബൈ സെഡ് മൈനസ് 0 ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 സെഡ് കോൺജുഗേറ്റിന് കിട്ടും. അപ്പോൾ സെഡ് 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ സെഡ് കോൺജുഗേറ്റ് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ therefore f of z is differentiable at z equal to 0 എന്ന് പറയുന്നത്. f of z is differentiable at z equal to 0. ഇനി z-ൻ്റെ 0യുടെ ലെഫ്റ്റിലും റൈറ്റിലും ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് നോക്കേണ്ടത്. Therefore f of z is differentiable at z equal to 0 and f dash of 0 equal to 0 എന്ന് കിട്ടും. ഇനി for any z not equal to 0, for any z not equal to 0, z എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. സെഡ് ഇനി ഡെൽറ്റ z എന്ന് പറയുന്നത് എന്ത് വരും? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ദെൻ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ടിനെ നമുക്ക് ഡെൽറ്റ സെഡ് എന്ന് എഴുതാം. ഡെൽറ്റ സെഡ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ത് വരും? ഇവിടെ നമ്മുടെ മോഡ് സെഡ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ മോഡ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് അല്ല, മോഡ് സെഡ് സ്ക്വയർ ആണ്. ഇനി എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് മോഡ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഇനി സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ ആണ്. ആ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മോഡ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ സ്ക്വയർ മൈനസ് മോഡ് എക്സ് പ്ലസ് ഐ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ.
ഇതിൽ ഐൻ്റെ ടേം എല്ലാം ഒരുമിച്ച് എടുക്കുക, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ഇതിനെ നമുക്ക് ഇപ്പോൾ ഒരു എ പ്ലസ് ഐ ബിൻ്റെ മോഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മോഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്നറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കാം. എ പ്ലസ് ഐ ബിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ, അതിൻ്റെയും സ്ക്വയറാണ് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഈ റൂട്ട് ക്യാൻസലായിട്ട് പോകും. മൈനസ് ഇവിടെ എക്സ് പ്ലസ് ഐ വൈൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ റൂട്ടാണ്. ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ടും സ്ക്വയറും കൂടെ പോയി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് കിട്ടും. ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. പിന്നെ നമുക്ക് സ്ക്വയർ ചെയ്യാം ഇതിനെ മൊത്തത്തിൽ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാൻസൽ ചെയ്തെടുക്കാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക, ഈ ഇക്വേഷന് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 2y ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ മൈനസ് ഇത് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടിനും എക്സ് സ്ക്വയറിനും വൈ സ്ക്വയറിനും മൈനസ് ഉണ്ട്. അപ്പം മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ഇതിൽ എക്സ് സ്ക്വയറും ക്യാൻസലായിപ്പോയി, വൈ സ്ക്വയർ ക്യാൻസലായിപ്പോയി. ബാക്കിയുള്ളത് എക്സ് ഡെൽറ്റ എക്സ് 2x ഡെൽറ്റ എക്സും അതുപോലെ 2y ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സ് സ്ക്വയറും ഡെൽറ്റ വൈ സ്ക്വയറും. അപ്പോൾ ഈ രണ്ട് ടേമിൽ നിന്ന് ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു 2x പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. ഇവിടെയാണെങ്കിൽ ഡെൽറ്റ വൈ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2y പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ കിട്ടും. അപ്പോൾ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്ത് ഈ ഫോമിലേക്കാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എടുക്കാം. ഡെൽറ്റ സെഡ് ടെൻസ് ടു 0. നമുക്കപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും റിയൽ ആക്സിസിൽ നിന്നും ഇമാജിനറി ആക്സിസിൽ നിന്നും നമുക്ക് അപ്രോച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടും സെയിം ലിമിറ്റാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ രണ്ടും സെയിം അല്ലെങ്കിൽ അവിടെ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ റിയൽ ആക്സിസിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. എലോങ് റിയൽ ആക്സിസ് ഫസ്റ്റ് ലെറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0. Let delta z tends to 0 along real axis. Then റിയൽ ആക്സിസിലാവുമ്പം അവിടെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 0 ആവും. വൈ 0 ആണല്ലോ, റിയൽ ആക്സിസിൽ വൈ 0 ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ടെൻസ് ടു 0. അപ്പോൾ therefore ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 f of z plus delta z minus f of z by delta z equal to ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പം കണ്ടുപിടിച്ച ആ വാല്യൂ
ആണ് ഇതിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അപ്പോൾ അവിടെ നമ്മുടെ വൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ 0. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 0 ആണ്. ഡെൽറ്റ വൈ 0. ഡെൽറ്റ എക്സ് ഇൻറ്റു 2x പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു 2y പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഡെൽറ്റ വൈ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈം 0 ആയിപ്പോവും, ഇവിടെ 0 ആയിപ്പോവും. നോക്കാം എന്ത് കിട്ടും. പിന്നെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 വരണം. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഇൻറ്റു 2x പ്ലസ് ഡെൽറ്റ എക്സ്, ഇത് 0 ആയിപ്പോയി, ഡിവൈഡഡ് ബൈ ഇവിടെ ഇതും 0 ആയിപ്പോയി. അപ്പോൾ ഡെൽറ്റ എക്സ് ഉണ്ടാവുള്ളൂ. ഈ ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സും കൂടെ കട്ടായിപ്പോയി. പിന്നെ ഈ ഡെൽറ്റ എക്സിന് 0 കൊടുക്കുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക 2x കിട്ടും. അപ്പോൾ റിയൽ ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2x കിട്ടി. ഇനി നമുക്ക് ഇമാജിനറി ആക്സിസിലൂടെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അലോങ് ഇമാജിനറി ആക്സിസിലൂടെ now let delta z tends to 0 along imaginary axis. ഇമാജിനറി ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ ഇമാജിനറി ആക്സിസിൽ എക്സ് ആണ് 0. അപ്പോൾ ദെൻ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ ഡെൽറ്റ വൈ ടെൻസ് ടു 0. therefore എന്ത് കിട്ടും നമുക്ക് നേരത്തെ കണ്ടതുപോലെ ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z ബൈ z മൈനസ് z അല്ലെങ്കിൽ ഡെൽറ്റ z എന്ന് പറയുന്നത് അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0. ഡെൽറ്റ എക്സ് ഇവിടെ 0 ആണ്. വാല്യൂ എന്താണ് ഡെൽറ്റ എക്സ് ഇൻറ്റു 2x പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു 2y പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ഡെൽറ്റ എക്സ് 0 ആയി കഴിഞ്ഞാൽ ഈ ടൈം 0 ആയി, ഈ ടൈം 0 ആയി. ബാക്കിയുള്ളത് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ വൈ ഇൻറ്റു 2y പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ഈ ഡെൽറ്റ വൈയും ക്യാൻസൽ ആയിപ്പോയി. ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആകുമ്പോൾ ഇത് 0 ആയി. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും 2y ബൈ ഐ എന്ന് കിട്ടും. 2y ബൈ ഐ നമ്മൾ ഐ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും 2iy ഡിവൈഡ് ബൈ -1 കിട്ടും. അപ്പം -2iy എന്ന് കിട്ടും. നമ്മൾ റിയൽ ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്തപ്പോൾ 2xും ഇമാജിനറി ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് -2yi കിട്ടി അല്ലേ. അപ്പോൾ സിൻസ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ബൈ ഡെൽറ്റ സെഡ് ടെൻസ് ടു ഡിഫറെൻറ്റ് ലിമിറ്റ്സ് ആസ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എലോങ് ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ നമുക്ക് എന്താ പറയാം ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഫോർ ഓൾ സെഡ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ സെഡ് നോട്ട് ഈക്വൽ ടു 0യിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഹെൻസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ സെഡ് നോട്ട് ഈക്വൽ ടു 0യിൽ അത് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ മോഡ് സെഡ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ സെഡ് ഈക്വൽ ടു 0യിൽ മാത്രമേ അത് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് പവർ n, n ഗ്രേറ്റർ ദാൻ 1 ഈസ് എൻ ഇൻറ്റിജർ ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ സെഡ്. അപ്പോൾ സെഡ് റൈസ് ടു n എന്ന് പറഞ്ഞ ഫംഗ്ഷൻ
എല്ലാ സെഡിനും ഡിഫറൻഷ്യബിൾ ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ അത് ഡിഫറൻഷ്യബിൾ ആണെന്ന് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? അപ്പോൾ ഇവിടെ ഹിയർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് പവർ എൻ ആണ്. ദെൻ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഓൾ പവർ എൻ മൈനസ് സെഡ് പവർ എൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഇപ്പോൾ ഒരു എ പ്ലസ് ബി ഓൾ പവർ എന്നിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ വെച്ചിട്ട് നമ്മളെങ്ങനെ എഴുതാം? അപ്പോൾ അതിന് മേലെ എക്സ്പാൻഷൻ വെച്ചിട്ട് ഇതിനെ നമുക്ക് സെഡ് പവർ എൻ പ്ലസ് എൻ സി 1 സെഡ് പവർ എൻ മൈനസ് 1 ഇൻറ്റു ഡെൽറ്റ സെഡ് എൻ സി 2 സെഡ് പവർ എൻ മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ സെഡ് ഓൾ പവർ എൻ മൈനസ് സെഡ് പവർ എൻ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് സെഡ് പവർ എന്നും സെഡ് പവർ എന്നും ക്യാൻസലായി പോകും. ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഡെൽറ്റ സെഡ് ഉള്ള ടേമാണ് മൊത്തത്തിൽ വരുന്നത് അല്ലേ. എല്ലാം ഇവിടെ ഈ 1/z ഇവിടെ എടുത്തായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാം ഡെൽറ്റ സെഡ് ഉള്ള ടേമാണ് വരുന്നത്. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു ഡെൽറ്റ സെഡ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഈ ഡെൽറ്റ സെഡും ഈ ഡെൽറ്റ സെഡും കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക NC1 z raised to n minus 1 plus NC2 z raised to n minus 2 into delta z plus etc plus delta z power n minus 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇനി ലിമിറ്റ് എടുക്കാം. അപ്പോൾ ഹെൻസ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ഈ ഫംഗ്ഷൻ ചെയ്താൽ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ബൈ ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് കിട്ടും നമുക്കിപ്പോൾ. ഇവിടുന്ന് നമുക്ക് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടും. ഇപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ സെഡ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ 0 ആയപ്പോൾ ബാക്കി ഈ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എക്സിസ്റ്റ് ആൻഡ് ഈസ് ഈക്വൽ ടു ഇവിടെ NC1 എന്ന് പറഞ്ഞാൽ n കിട്ടും. n ഇൻറ്റു സെഡ് റേസ് ടു n മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. ഇത് NC1 എന്ന് പറഞ്ഞാൽ n ആയിട്ട് കൊടുക്കുക. n ഇൻറ്റു സെഡ് റേസ് ടു n മൈനസ് 1 ആണ് നമ്മുടെ ആൻസർ. ആൻഡ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു സെഡ് പവർ n മൈനസ് 1. Therefore f of z is differentiable for all z and f dash of z equal to n into z power n minus 1. ഇത്രയേ ഉള്ളൂ. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത് n ഇൻറ്റു സെഡ് പവർ n മൈനസ് 1 ആണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡെഫിനിഷൻ വെച്ചിട്ടല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള റിസൾട്ടുകളൊക്കെ അറിയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അനലിറ്റിക് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത് കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി അനലിറ്റിക് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് ഒരു പോയിന്റ് Z0 എന്ന് പറയുന്ന പോയിന്റിൽ അനലിറ്റിക് ആണെന്ന് പറയാനുള്ള കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. A function f of z is said to be analytic at a point Z0 if its derivative f dash of Z0 exists not only at Z0 but at every point z in some neighborhood of Z0. അപ്പോൾ ഫംഗ്ഷൻ Z0ൽ അനലിറ്റിക് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് Z0 എക്സിസ്റ്റ് ചെയ്യണം. അത് Z0ൽ മാത്രം എക്സിസ്റ്റ് ചെയ്താൽ പോരാ, Z0ൻ്റെ എല്ലാ നെയ്ബർഹുഡിലുള്ള എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയും. A function f of z is said to be analytic in a domain D if f of z is analytic at all points of D. അപ്പോൾ ഒരു ഡൊമൈൻ ഡിയിൽ
നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ ഡൊമെയിനിലുള്ള എല്ലാ പോയിന്റിലും എന്താവണം, അനലിറ്റിക് ആവണം. അതാണ് അടുത്തത്. അപ്പോൾ ഒരു പോയിന്റിൽ അനലിറ്റിക് ആവാനുള്ളത് കണ്ടു നമ്മൾ, അതുപോലെ ഡൊമെയിനിൽ അനലിറ്റിക് ആവാനുള്ള കണ്ടീഷൻ കണ്ടു. ഇനി എൻറ്റയർ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനലിറ്റിക് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദ എൻറ്റയർ ഫൈനൈറ്റ് കോംപ്ലെക്സ് പ്ലെയിൻ ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. അപ്പോൾ കോംപ്ലെക്സ് പ്ലെയിനിലുള്ള എല്ലാ പോയിന്റിലും, ഓരോ പോയിന്റിലും നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ നമ്മൾ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു കോംപ്ലെക്സ് പ്ലെയിനിലെ എല്ലാ പോയിന്റിലും അനലിറ്റിക് ആണെങ്കിൽ എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ടേംസ്, അനലിറ്റിക് അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ അനലിറ്റിക് ഇൻ എ ഡൊമെയിൻ, അതുപോലെ എൻറ്റയർ ഫംഗ്ഷൻ, ഈ മൂന്ന് ടേംസുകൾ നല്ലപോലെ ഓർത്തിരിക്കും. ഇനി നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ അനലിറ്റിസിറ്റി, അതുപോലെ ഡിഫറൻഷ്യബിലിറ്റി, കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഡിഫറൻഷ്യബിലിറ്റിയും അനലിറ്റിസിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് തമ്മിൽ കാര്യമായിട്ടൊരു റിലേഷനും ഇല്ല. അപ്പം നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഡിഫറൻഷ്യബിലിറ്റി തന്നെയാണ് അനലിറ്റിസിറ്റി എന്ന്. പക്ഷെ അതിനൊരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടിരുന്നു. മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത് ഏത് പോയിന്റിലാണ്? 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് മോഡ് സെഡ് സ്ക്വയർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് സെഡ് ഈക്വൽ ടു 0 മാത്രമേ ഡിഫറൻഷ്യബിൾ ഉള്ളൂ. ബാക്കിയുള്ള പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല, അല്ലേ? പക്ഷേ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എവിടെ അനലിറ്റിക് അല്ല. കാരണം സെഡിൽ അനലിറ്റിക്, സെഡ് ഈക്വൽ ടു 0 അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ അതിലെ നെയ്ബർഹുഡിലുള്ള പോയിന്റിലൊക്കെ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. പക്ഷേ സെഡ് ഈക്വൽ ടു 0 മാത്രം ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷന് അതിൻ്റെ നെയ്ബർഹുഡിലെ ഒരു പോയിന്റിലും ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഈസ് നോവർ അനലിറ്റിക് എന്ന് പറയാം. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും സെയിം ആണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതിനോടൊരു എക്സാമ്പിളാണിത്. കാരണം മോഡ് സെഡ് സ്ക്വയർ സെഡ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യബിൾ ആണ്, ബാക്കിയുള്ളടുത്ത് ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷേ മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നോവർ അനലിറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.